ക്രിക്കറ്റ് എന്ന വികാരം നമ്മുടെ സിരകളിൽ ആവേശം വിതറുന്ന ഒരു ദിനമാണിന്ന്. 2024 വെസ്റ്റ് ഇൻഡീസിൽ നാം കണ്ട വിജയഗാഥ ഇതാ 2026 സ്വന്തം മണ്ണിൽ ഇന്ത്യൻ ടീം ആവർത്തിച്ചിരിക്കുകയാണ്. ലോക ക്രിക്കറ്റിലെ വൻ ശക്തികളായ ന്യൂസിലാൻഡിനെ കലാശ പോരാട്ടത്തിൽ തകർത്ത് ഇന്ത്യ മൂന്നാം തവണയും 2020 ലോക കിരീടം ചൂടിയിരിക്കുകയാണ്. ഈ വിജയത്തിന് പിന്നിൽ കേവലം ഒരു മത്സരത്തിലെ പ്രകടനം മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ 18 മാസക്കാലമായി നമ്മുടെ ടീം നടത്തിയ കഠിനാധ്വാനത്തിന്റെ കൃത്യമായ പ്ലാനിങ്ങുമാണ്. ഈ വിജയത്തിന് സവിശേഷതകൾ ഏറെയാണ്. സ്വന്തം നാട്ടിൽ 2020 ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറിയിരിക്കുന്നു. കൂടാതെ 3 തവണ ഈ കിരീടം നേടുന്ന ഏക ടീം എന്ന റെക്കോർഡും ഇനി ഭാരതത്തിന് സ്വന്തമാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ വിരമിച്ചതിന് ശേഷമുള്ള ഒരു വലിയ മാറ്റത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു നാം. ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു പുതിയ സംഘത്തെ വാർത്തെടുക്കാൻ നമുക്കും സാധിച്ചു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മുടെ സ്വന്തം സഞ്ജു സാംസന്റെ ഉദയമായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി സഞ്ജുവിനായി ഉയർന്നു കേട്ട ജസ്റ്റിസ് ഫോർ സഞ്ജു എന്ന വിളിക്ക് അദ്ദേഹം തന്റെ ബാറ്റ് കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ്. ന്യൂസിലാൻഡ് പരമ്പരയിൽ ഫോം നഷ്ടപ്പെട്ട് തളർന്നുപോയ ഒരു ഘട്ടമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ തളരാതെ തന്റെ ചുറ്റും ഒരു സുരക്ഷിത വലയം തീർത്ത് അദ്ദേഹം നടത്തിയ കഠിനാധ്വാനം ഇന്ന് ഫലം കണ്ടിരിക്കുന്നു. ഫൈനലിലെ ആ നിർണായക പ്രകടനം 10 വർഷത്തെ അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. യുവതാരം അഭിഷേക് ശർമ്മയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. തുടർച്ചയായ 2 മത്സരങ്ങളിൽ 0-ന് പുറത്തായപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അഭിഷേകിന് കരുത്തായത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ വാക്കുകളായിരുന്നു. പുലർച്ചെ 5 മണിക്ക് പോലും തന്റെ യുവതാരങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകാൻ സൂര്യകുമാർ സമയം കണ്ടെത്തി. ഒരു ടീം എന്ന നിലയിൽ പരസ്പരം വിശ്വസിക്കുമ്പോൾ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാമെന്ന് ഈ ലോകകപ്പ് നമ്മെ പഠിപ്പിച്ചു. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച തന്ത്രശാലികളെ മറക്കാൻ കഴിയില്ല. ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ ടീമിന് നൽകിയ വ്യക്തമായ ദിശാബോധം എടുത്തു പറയേണ്ടതാണ്. രാഹുൽ ദ്രാവിഡ് പാകിയ അടിത്തറയിൽ നിന്ന് ടീമിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഗംഭീറിന് സാധിച്ചു. അതുപോലെ VVS ലക്ഷ്മണിന്റെ നേതൃത്വത്തിൽ NCAയിൽ നിന്ന് ഉയർന്നു വന്ന യുവതാരങ്ങളുടെ കരുത്തും ഈ വിജയത്തിൽ നിർണായകമായി മാറി. 33 മത്സരങ്ങളിൽ വെറും 2 തോൽവികൾ മാത്രം വഴങ്ങി ഇന്ത്യ നടത്തുന്ന ഈ പടയോട്ടം അവിശ്വസനീയമാണ്. ഹർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവും ആത്മവിശ്വാസവും ഇന്ത്യൻ ടീമിന് നൽകുന്ന ഊർജം ചെറുതല്ല. വിമർശനങ്ങളെ തന്റെ പ്രകടനം കൊണ്ട് നേരിടുന്ന ഹാർദിക് വരും വർഷങ്ങളിലും ഇന്ത്യക്കായി കൂടുതൽ കിരീടങ്ങൾ നേടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ഒപ്പം ജസ്പ്രീത് ബുംറ എന്ന മാസ്റ്റർ മൈൻഡും ടീമിന്റെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ബൗളിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞതാണ് ഇത്രയും വലിയൊരു മാർജിനിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്താൻ ഇന്ത്യയെ സഹായിച്ചത്. ഈ ലോകകപ്പ് വിജയം നമുക്ക് നൽകുന്ന വലിയൊരു പാഠം പ്രോസസ്സിൽ വിശ്വസിക്കുക എന്നതാണ്. കഠിനാധ്വാനം, കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ ഏത് കൊടുമുടിയും കീഴടക്കാം. 2024 തുടങ്ങിയ ഈ വിജയയാത്ര 2025 ചാമ്പ്യൻസ് ട്രോഫി കടന്ന് ഇപ്പോൾ 2026 ലോകകപ്പിലും എത്തി നിൽക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സുവർണകാലം തുടരുകയാണ്. ഈ വിജയത്തിൽ പങ്കാളികളായ എല്ലാ താരങ്ങൾക്കും സപ്പോർട്ട് സ്റ്റാഫിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ആഘോഷം തുടരാം.